കേരളത്തിന്റെ സാക്ഷരത എത്രയാണെന്നറിയാവോ? 99.99%. ബാക്കി 0.01%-ത്തിലല്ലേടി നമ്മുടെ അപ്പനൊക്കെ വരുന്നത്. അതിന്റെ വല്ല അഹങ്കാരം ആ മനുഷ്യനുണ്ടോ? നമ്മുടെ കോളനിയിലാണ് 10ാം ക്ലാസ് പാസ്സാകാത്ത അപ്പം മാത്രമേ ഉള്ളൂ. നാണക്കേട് കൊണ്ട് മനുഷ്യന് പുറത്തിറങ്ങാൻ വയ്യ. അപ്പനെ കൊണ്ട് നമുക്ക് എങ്ങനെങ്കിലും പരീക്ഷ എഴുതിക്കണം. പരീക്ഷ എന്നും പറഞ്ഞ അങ്ങോട്ട് ചെല്ല്, ഇപ്പൊ കാണാം. അപ്പാ എന്നാ മോനെ? അപ്പനി പത്രത്തിലെ വാർത്ത കണ്ടോ? 10ാം ക്ലാസ് പാസ്സാകാത്തവർക്ക് ഇനി ബീവറേജിൽ നിന്ന് മദ്യം കിട്ടത്തില്ലെന്ന്. 10ാം ക്ലാസ് ഫസ്റ്റ് ക്ലാസ് പാസ്സാവാതെ ഇനി ഞാൻ ബീവറേജിന്റെ പടി ചവിട്ടത്തില്ല. അപ്പാ ഫസ്റ്റ് ക്ലാസ് ഇങ്ങനെ മലയാളം പുസ്തകത്തിന്റെ മണ്ടേ മംഗളവും വെച്ച് വായിച്ചുകൊണ്ടിരുന്ന ഇപ്പൊ കിട്ടും ഫസ്റ്റ് ക്ലാസ്. അയ്യോ, അത് മംഗളമായിരുന്നോ? ഞാൻ അവിടുത്തെ സാമൂഹ്യത്തിന്റെ പുസ്തകമായിരിക്കുന്നു. ഞാൻ പഠിച്ചു തീരാറായി. അപ്പാ, അപ്പന്റെ ഫോണിൽ ആരോ വിളിക്കുന്നു. ആ ഫോൺ അങ്ങ് ഓഫ് ചെയ്ത് വെച്ചേരും മോളെ, ഒത്തിരി പഠിക്കാനുണ്ട്. ഇപ്പൊ ഗ്രൂപ്പിലൊന്നും ആദരാഞ്ജലി പോലും ഇടുന്നില്ല. അപ്പ ശരിയോ തെറ്റോ എന്ന് പറയണം. മരം ഒരു വരം. ശരിയാ മോളെ, മരം വെട്ടി വെച്ചാൽ നല്ല കാശ് കിട്ടും. അപ്പൊ അതിന് നാളെയല്ലേ അപ്പ പരീക്ഷ? എന്നാലും കോപ്പി അടിക്കുന്നത് തെറ്റല്ലേ മോളെ? തോറ്റ് നാണം കിടന്ന ഭേദമല്ലേ ഇപ്പൊ കോപ്പി അടിക്കുന്നത്? ഇംഗ്ലീഷിൽ എഴുതും മോളെ, മലയാളാക്ഷരം നോക്കി വരയ്ക്കാൻ ഭയങ്കര പാടാ. നാളെ അപ്പന്റെ പരീക്ഷ, എന്താകുമോ എന്തോ. എടി, കേരളത്തിൽ 10ാം ക്ലാസ്സിന് എല്ലാ വർഷവും 100% വിജയമാ. അതുകൊണ്ട് തന്നെ അപ്പന്റെ പരീക്ഷയ്ക്കും റിസൾട്ടിനും ഒന്നും ഒരു പ്രാധാന്യവും ഇല്ല. അയ്യോ, കറണ്ട് പോയല്ലോ. അപ്പം പഠിക്കുവാ. നീ ഒരു മെഴുകുതിരി കത്തിച്ച അപ്പനോട്. കറണ്ട് എന്തെങ്കിലും വരുവോ ആവോ? ഞാൻ വായന ശ്രദ്ധിച്ചിരുന്നോണ്ട് കരണ്ട് പോയത് അറിഞ്ഞില്ല മോളെ.